നമസ്കാരം. ഇസ്ലാമാബാദിലേക്ക് പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം ചർച്ച ചെയ്യാനല്ലെന്നും മറിച്ച് തൻ്റെ സന്ദർശനം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഷാങ്ഹായ് സഹകരണ സഖ്യത്തിൻ്റെ രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന വേളയിൽ പാകിസ്ഥാനുമായി ചർച്ച നടത്തില്ലെന്ന് എസ് ജയശങ്കർ പറഞ്ഞു. ഈ സന്ദർശനം ഒരു ബഹുരാഷ്ട്ര പരിപാടിയുടെ ഭാഗമാണ്, അല്ലാതെ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഞാൻ അവിടെ പോകുന്നത്. ഷാങ്ഹായ് സഹകരണ സഖ്യത്തിൻ്റെ ഒരു നല്ല അംഗമാകാനാണ് അവിടെ പോകുന്നതെന്ന് അദ്ദേഹം ഡൽഹിയിൽ വ്യക്തമാക്കി. പക്ഷേ ഒരു മര്യാദയുള്ള വ്യക്തി എന്ന നിലയിൽ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിൽ IC സെൻറ്റർ ഫോർ ഗവേണൻസ് സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രഭാഷണം നടത്തവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ ഇന്ത്യ ബന്ധത്തിൻ്റെ സ്വഭാവം വ്യത്യസ്തമായതിനാൽ ധാരാളം മാധ്യമ ശ്രദ്ധയുണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈ യാത്ര ഒരു ബഹുരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരിക്കും. ഒരിക്കലും ഇന്ത്യ പാക് ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല താൻ അവിടെ പോകുന്നത്. SCOയിൽ നല്ലൊരു അംഗമാകാനാണ് അവിടെ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഷാങ്ഹായ് ഉച്ചകോടി ഇത്തവണ ഇസ്ലാമാബാദിൽ നടക്കുന്നുണ്ടെന്നും വിദേശകാര്യമന്ത്രി എടുത്തു പറഞ്ഞു. കാരണം ഇന്ത്യയെപ്പോലെ പാകിസ്ഥാനും ഈ സംഘത്തിൽ അടുത്തിടെ അംഗമായതാണ്. ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകുമെന്ന് വെള്ളിയാഴ്ച MEA നേരത്തെ അറിയിച്ചിരുന്നു. ഒക്ടോബർ 15, 16 തീയതികളിലായി ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സഖ്യത്തിൻ്റെ രാഷ്ട്രത്തലവന്മാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് പോകുന്നത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എന്ന നിലയിലുള്ള ജയശങ്കറിൻ്റെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനമാണിത്. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെയും അദ്ദേഹം നയിക്കും. 2015 ശേഷം ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ആദ്യ പാകിസ്ഥാൻ സന്ദർശനം കൂടിയാണിത്. സുഷമ സ്വരാജ് ആയിരുന്നു അവസാനമായി പാകിസ്ഥാൻ സന്ദർശിച്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി. 2015 ഡിസംബറിൽ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അവർ ഇസ്ലാമാബാദ് സന്ദർശിച്ചിരുന്നത്. 2023 ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ എത്തിയിരുന്നു. ഷാങ്ഹായ് സഹകരണ സഖ്യം കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ നിലവിലത്തെ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാനാണ്. ഇതോടെയാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന SCO രാഷ്ട്രതലവന്മാരുടെ യോഗത്തിന് പാകിസ്ഥാൻ ആതിഥേയത്വം വഹിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാകിസ്ഥാൻ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. അതിർത്തിയിൽ നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാനിൽ രാജ്യത്തിൻ്റെ ഉന്നത നേതാവ് പോകേണ്ടെന്ന ഇന്ത്യയുടെ നയം ഇക്കാര്യത്തിലും തുടരുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ വർഷം കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടന്ന ഉച്ചകോടിയിലും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത്. കശ്മീർ പ്രശ്നവും അതിർത്തി കടന്നുള്ള ഭീകരവാദവും കാരണം ന്യൂഡൽഹിയും ഇസ്ലാമാബാദും തമ്മിലുള്ള ബന്ധം വഷളായതിനിടയിലാണ് ജയശങ്കറിൻ്റെ പാകിസ്ഥാൻ സന്ദർശനം. അതിർത്തി കടന്നുള്ള ഭീകരതയിൽ പാകിസ്ഥാൻ്റെ നയത്തെ എസ് ജയശങ്കർ ശക്തമായി വിമർശിച്ചിരുന്നു. തീവ്രവാദത്തിന് ദീർഘകാലമായി നൽകുന്ന പിന്തുണ വിജയിക്കുകയില്ലെന്നും പ്രവർത്തനങ്ങൾക്ക് അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. 2020 ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാനെ പ്രതിനിധീകരിച്ചത് വിദേശകാര്യ പാർലമെന്ററി സെക്രട്ടറിയാണ്. കഴിഞ്ഞ വർഷം ഓൺലൈനായിട്ടായിരുന്നു ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത്. അന്ന് വീഡിയോ ലിങ്ക് വഴി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പങ്കെടുത്തിരുന്നു. ഇന്ത്യ, ചൈന, റഷ്യ, പാകിസ്ഥാൻ, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. 2001 ഷാങ്ഹായിൽ സ്ഥാപിക്കപ്പെട്ട SCOയിൽ 2017 ഇന്ത്യയും പാകിസ്ഥാനും അംഗമാകുന്നത്.